നമസ്കാരം. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പുറത്തു വരുന്നത്. കോട്ടയം നഴ്സിംഗ് കോളേജ്, ഒരു നഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ വേദനിക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന രോഗികളായ ആളുകളെ ശുശ്രൂഷിക്കേണ്ട, അവൻ്റെ കണ്ണീരൊപ്പേണ്ട ആളുകളാണ്. അതിനുവേണ്ടി പഠിക്കുന്ന കുട്ടികൾ, ജൂനിയർ വിദ്യാർത്ഥികളെ അതിക്രൂരമായി കോമ്പസ് കൊണ്ട് കുത്തിക്കീറിക്കൊണ്ട് അവരെ റാഗ് ചെയ്തു എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്നു, ഞെട്ടിപ്പിക്കുന്നു. അങ്ങനെ പരിക്ക് പറ്റിയ കുട്ടികളുടെ രക്തം ഒപ്പിയെടുത്തുകൊണ്ട് അവനെ പരിചരിക്കേണ്ട ആളുകൾ അക്രമികളായി മാറി നഴ്സുമാരായി പുറത്തേക്ക് വരുമ്പോൾ സമൂഹത്തിൻ്റെ ഭാവി എന്ത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. വളരെ വേദനിപ്പിക്കുന്നു, ഞെട്ടിപ്പിക്കുന്നു, നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. റാഗിങ് കേരളത്തിൻ്റെ വലിയൊരു ദുരന്തമായി മാറുകയാണ്. നമ്മുടെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോകാൻ ഭയപ്പെടുന്നു. കഴിഞ്ഞ വർഷമാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ അവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ മരണപ്പെട്ടത് റാഗിങ് മൂലമാണ്. അത്ര ക്രൂരമായിട്ട് കുട്ടികളെ മാനസികമായി തകർക്കുകയാണ്. ഹൈസ്കൂളുകളിലും കോളേജുകളിലും റാഗിങ് ആവർത്തിക്കപ്പെടുന്നു. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ അവരെ ഇൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അവരെ നല്ല വസ്ത്രം ധരിക്കാൻ അനുവദിക്കുന്നില്ല, മീശ വെക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ക്രൂരമായി പലതരത്തിൽ അവരെ അടിക്കുന്നു. അതിക്രൂരമായ അടി എല്ലാ വിദ്യാലയങ്ങളിലും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ അവസാനിപ്പിക്കാറായി. അതേപോലെ കഴിഞ്ഞ വർഷം എന്നോട് ഒരാൾ പരാതി പറഞ്ഞു. ഞാനത് ബന്ധപ്പെട്ട പലരുടെയും ശ്രദ്ധയിൽപ്പെടും. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ നേരത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജായ സമയത്ത് ചേർന്ന പണം കൊടുത്ത് പണത്തിൻ്റെ ബലത്തിൽ ചേർന്ന പല ആളുകളും ഒരിക്കലും കോഴ്സ് വിജയിക്കാതെ ഇപ്പോഴും അവിടെ തന്നെ ഹോസ്റ്റലിൽ തങ്ങുകയാണ്. അവർ മുതുമുത്തന്മാരായിട്ട് അവിടെ തങ്ങുകയാണ്. എന്നിട്ട് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്യുകയാണ്. ആ കുട്ടികളെ മീശ വെക്കാൻ അനുവദിക്കുന്നില്ല. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ജെട്ടി ധരിക്കാൻ അനുവാദമില്ല കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ ഒരു വർഷം ജെട്ടി ധരിക്കാതെയാണ് പോകുന്നത്. ആ കുട്ടികൾ മീശ വെക്കാൻ അനുവദിക്കുന്നില്ല, വാച്ച് കെട്ടാൻ അനുവദിക്കുന്നില്ല, ഇൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ ക്രൂരമായി കുട്ടികളെ പാതിരാത്രി വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു, ഉറങ്ങാൻ അനുവദിക്കുന്നില്ല. അതിക്രൂരമായ റാഗിംഗ് ആണ് അത്തരം പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. അത് കൃത്യമായ വിവരം കഴിഞ്ഞ വർഷം എനിക്ക് ഒരു കുട്ടി പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഗൗരവമായി പോലീസ് അന്വേഷിക്കണം. പോലീസ് ഇതിനുവേണ്ടി രഹസ്യാന്വേഷണ വിഭാഗത്തെ എല്ലാ കോളേജുകളിലും റാഗിംഗ് നടക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കണം. കാരണം കുട്ടികൾ ഭയപ്പെട്ട് പറയില്ല. വല്ല വിധേനയും പറഞ്ഞാൽ ജീവാപായം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് രക്ഷിതാക്കളും അവരെ നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ഗൗരവമായി ഇക്കാര്യത്തിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് റാഗിംഗ് സമ്പൂർണ്ണമായി എറാഡിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് റാഗിംഗ് എടുത്തു കളയാൻ, പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു നാളേക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പോലീസ് ഗൗരവമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രത്യേകമായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം. നമ്മുടെ ക്യാമ്പസുകൾ റാഗിംഗ് രഹിത ക്യാമ്പസുകളാവണം. നമ്മുടെ കുട്ടികൾക്ക് വളരെ സത്യസന്ധമായി നല്ല നിലക്ക് സ്കൂളുകളിലും കോളേജുകളിലും പോയി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട് സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള ആളുകളായി മാറണം. അവർ വളർന്നു വരുന്ന സമയത്ത് സമൂഹത്തിനോട് പ്രതിഷേധമുള്ള, പ്രതികാര ബുദ്ധിയോടുകൂടി വരുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടരുത്. അതിന് ഗൗരവമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇക്കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യമാണ് ക്യാമ്പസുകളിൽ ഒരുക്കപ്പെടേണ്ടത്. ഏതെങ്കിലും കയ്യൂക്കുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള സാഹചര്യം ഒഴിവാക്കണം. എല്ലാ കുട്ടികൾക്കും എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കണം. അതിൽ കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രവർത്തിക്കുന്ന, സത്യസന്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളോടൊപ്പം കുട്ടികൾ അണിനിരക്കട്ടെ. ഭൂരിപക്ഷമുള്ളവർ തിരഞ്ഞെടുക്കപ്പെടട്ടെ. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ചാൽ പിന്നീട് ആ പാർട്ടിയുടെ സമ്പൂർണ്ണമായ ആധിപത്യം എന്നുള്ളത് അവസാനിപ്പിക്കണം. അതിലെല്ലാവരും ഉത്തരവാദികളാണ്. വിവിധ ക്യാമ്പസുകളിൽ SFI ആയാലും KSU ആയാലും ABVP ആയാലും അങ്ങനെ എല്ലാ സംഘടനകളും മാറി മാറി തങ്ങൾക്ക് ആധിപത്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എതിരാളികളെ കൊന്നിട്ടുണ്ട്, ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്, അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. എല്ലാവരും മാറി ഏറിയും കുറഞ്ഞും ഇതൊക്കെ ആവർത്തിക്കപ്പെടുകയാണ്. ഇതൊക്കെ അവസാനിപ്പിക്കണം. കലാലയങ്ങൾ സംശുദ്ധമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും പഠിക്കാനും സാധിക്കുന്ന സാഹചര്യമാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ മാത്രമായി കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. എല്ലാവരും സ്വയം തിരുത്തപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം. കലാലയങ്ങൾ നല്ല കലാലയങ്ങളായിട്ട് തന്നെ മാറണം. അത് കൊലാലയങ്ങളായിട്ട് മാറരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഗവൺമെന്റ് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ആന്റി റാഗിംഗ് സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് സ്വയം അന്വേഷണം നടത്തി ആ പ്രതികളെ കണ്ടെത്താനും എവിടെയൊക്കെ റാഗിംഗ് ഉണ്ടെന്ന് കണ്ടെത്താനും തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.